നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ. ഈ വീഡിയോ നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യരുത്. അതായത് ഒരു ഒന്നാം തരം സംഗിപ്പൊട്ടൻ. ഈ സംഗിപ്പൊട്ടന് നമ്മുടെ അൻസാരി സുഹൈരി ഉസ്താദ് കൊടുക്കുന്ന ഒരു കിടിലം മറുപടി, ഒരു മാസ് മറുപടി. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചവരല്ലേ. നമ്മൾ യുവജനോത്സവത്തിന് കലോത്സവത്തിനൊക്കെ ഓരോ കാറ്റഗറിയിൽ ഓരോ പരിപാടികൾ നടത്താറുണ്ട്. അപ്പോൾ ഇസ്ലാമിക വിശ്വാസികളുമായി ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ അറബി പദ്യം, അല്ലെങ്കിൽ അറബി പാരായണം, ഖുർആൻ പാരായണം, ഇതൊക്കെ സാധാരണ നടത്താറുണ്ട്. അത് നല്ല ഭംഗിയായി നല്ല ഈണത്തിൽ അത് ആര് ചൊല്ലുന്നു എന്നുള്ളതാണ്. അല്ലാതെ അവിടെ മുസ്ലിങ്ങൾ തന്നെ ചെല്ലണമെന്നോ അല്ലെങ്കിൽ ഹിന്ദുക്കൾ ചെല്ലാൻ പാടില്ലെന്നോ ക്രിസ്ത്യാനികൾ ചെല്ലാൻ പാടില്ല എന്നൊന്നുമില്ല. ഈ കലോത്സവങ്ങളിൽ എല്ലാവർക്കും പങ്കെടുക്കാം, അവരുടെ പരിപാടികൾ അവതരിപ്പിക്കാം. അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കലോത്സവ വേദിയിലൊക്കെ ഹൈന്ദവ മതവിശ്വാസത്തിൽപ്പെട്ടിട്ടുള്ള പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ ഖുർആനൊക്കെ നല്ല നല്ല സ്ഫുടമായിട്ട് നല്ല എന്താ പറയുക, നല്ല കേട്ടിങ്ങനെ ഇരുന്ന് പോകുന്ന രീതിയിലൊക്കെ ചൊല്ലിയ ആൾക്കാരുണ്ട്. ഈ ദർസുകളിൽ പഠിക്കുന്ന ഈ മുത്തല്ലിം എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്, പിള്ളേരാണ്. അവർ ഖുർആൻ മാത്രമല്ല പഠിക്കുന്നത് കേട്ടോ, അവർ നല്ല രീതിയിൽ സംസ്കൃതവും പഠിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ ആ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ കാളി മീഡിയ എന്ന് പറയുന്ന ഒരു ഒന്നാം തരം കോന്തൻ അല്ലെങ്കിൽ ഒരു മരപ്പൊട്ടൻ, ഇവൻ കഴിഞ്ഞ ദിവസം ഈ യുവജനോത്സവമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിനകത്ത് ഖുർആൻ പാരായണം നടത്തി. അതുകൊണ്ട് നിങ്ങൾ ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെക്കൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പരമ ഊളയായിട്ടുള്ള ഈ വൃത്തികെട്ടവൻ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് അവർ കൊടുക്കുന്ന ക്യാപ്സൂൾ അപ്പാടെ വിഴുങ്ങിയിട്ട് അതിങ്ങനെ വന്നിരുന്നുണ്ട്, ഈ ചാനലിനകത്ത് വന്നിരുന്നുണ്ട്, ഇങ്ങനെ ഛർദ്ദിക്കും. അതായത് മനുഷ്യരുടെ ഇടയിൽ മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇതുപോലുള്ള ചില പമ്പര വിഡ്ഢികൾ. അതില് ചലം ചാനൽ എന്ന് പറയുന്ന ഈ ഒരു വൃത്തികെട്ട ചാനൽ ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ഒരു ശാപമായിട്ട് മാറിയിരിക്കാം. കാരണം ജനങ്ങൾക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഒരു തരത്തിലുള്ള ഗുണമോ ഒരു നല്ല കാര്യം പോലും പറഞ്ഞു കൊടുക്കാൻ ഈ പറയപ്പെടുന്ന നാറികൾക്കൊന്നും സാധിക്കുന്നില്ല എന്നുള്ള. ഈ കാളി മീഡിയ എന്ന് പറയുന്ന ഇവൻ കുറെ കാലമായിട്ട് ഇരുന്നുകൊണ്ട് ഇങ്ങനെ കുരച്ചോണ്ടിരിക്കുക. ഇവനൊരു കറ തീർന്ന RSS കാരനാണ്, അത് നമുക്കറിയാം. പക്ഷേ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്ത ഇവനൊക്കെ എന്തുവാണ്, ഇവനൊക്കെ മൃഗത്തിന് തുല്യമാണ്. ഈ സമൂഹത്തിൽ ജനങ്ങളെ തമ്മി തല്ലിപ്പിക്കാനും അല്ലെങ്കിൽ ഈ മതസ്പർദ്ധ വളർത്തി ഇങ്ങനെ ചോര കുടിച്ച് ജീവിക്കുന്ന ചില കാണ്ടാമൃഗങ്ങളില്ലേ, അതിനെക്കാട്ടിലൊക്കെ കഷ്ടമാട്ടോ. കാരണം സത്യത്തിൽ ഇവൻ്റെ ഒന്നും തലയ്ക്ക് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും മനസ്സിലാകത്തില്ല. ഈ തെരുവിക്കെടുക്കുന്ന കൊടിച്ചിപ്പട്ടികളില്ലേ, ആ കൊടിച്ചിപ്പട്ടിക്ക് ഒരു നേരത്തെ ആഹാരം കൊടുത്തിട്ട് അതിനോടൊരു കാര്യം പറഞ്ഞാണല്ലോ അതിനകത്ത് മനസ്സിലാവും. കാരണം എന്താ പറയുക, എന്നാലും ഈ പേപ്പട്ടികൾക്ക് അത് മനസ്സിലാകത്തില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേട്ട് നോക്കിക്കോളൂ. ഇതിനകത്ത് ഉസ്താദ് കൊടുക്കുന്ന ആ മറുപടിയില്ല, കിണ്ണം കാച്ചിയ മറുപടി, അത് ഇവൻ്റെ ആസ്ഥാനത്തുള്ള മറുപടിയാണ്. കാരണം ഇത്രയും നല്ലൊരു മറുപടിന് സ്വപ്നത്തിൽ മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. നേരെ നമുക്ക് ആ വീഡിയോ കണ്ടുനോക്കാം. നമസ്കാരം. സ്കൂൾ കലോത്സവത്തില് ഖുർആൻ പാരായണത്തിന് ഫസ്റ്റ് നേടിയൊരു പയ്യൻ. ഈ വാർത്തയിലാണ് ആദ്യമായിട്ട് സ്കൂൾ കലോത്സവങ്ങളില് ഖുർആൻ പാരായണം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഇത് അവരെ കുറ്റം പറയാനോ അവരെ എന്താ പറയാ മോശമാക്കാനുള്ള വീഡിയോ ഒന്നുമല്ല. മറ്റ് മതസ്ഥരോട് എനിക്ക് പറയാനുള്ളതാണ്, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടും ഹൈന്ദവരോടും പറയാനുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ സംഘടനകളോട് പറയാനുള്ളതാണ്. ഇവനൊരു ഒന്നാം തരം പൊട്ടനാണെന്നുള്ള മനസ്സിലായി. ഇവൻ സ്കൂളിലല്ല പഠിച്ചെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ. ഇവൻ ഏതോ അണ്ടിമുക്ക് ശാഖയിൽ പോയിട്ട് മറ്റേ ട്രൗസർ ഇട്ടുകൊണ്ട് പടി കറക്കലായിരുന്നു ഇവന്റെ ജോലി. അല്ലാതെ ഇവനിക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം ഇല്ല. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ ഖുർആൻ പാരായണം പിന്നെ അതുപോലെ തന്നെ അറബിക് പദ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് ഈ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടല്ല ഇത് ആരും ചെല്ലിരുന്നത്. ഉസ്താദ് കൊടുക്കുന്ന മറുപടിയല്ലേ, അത് സൂപ്പറാ. നിങ്ങൾ അവരെ കണ്ടുപിടിക്കണം. അവരുടെ മതപരമായിട്ടുള്ള ഒരു വിഷയം, മതഗ്രന്ഥം പോലും സ്കൂളുകളിൽ കലോത്സവ വേദികളിൽ കൊണ്ടുവന്ന് മറ്റുള്ളവരെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അറിയാതെ ചോദിക്കുകയാണ്. ഒരുപാട് സംഘടനകൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട്, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇവിടെ ഉണ്ട്. നിങ്ങളുടെതൊന്നും സ്കൂളുകളിൽ കലോത്സവത്തിൽ പാരായണമായിട്ട് അല്ലെങ്കിൽ പാരായണ വിഷയമായിട്ട് വരാത്തതിന്റെ കാരണം എന്താണ്? നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടൻ സ്കൂൾ തലങ്ങളിൽ ധാരാളം പഠിച്ചിട്ടുണ്ടെങ്കിലും കലോത്സവങ്ങളിൽ പങ്കെടുത്ത് പരിചയക്കുറവുണ്ടെന്ന് തോന്നലേ. സംസ്ഥാനം കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. മറ്റൊന്നുകൊണ്ടല്ല, നമ്മുടെ സ്കൂൾ യുവജനോത്സവങ്ങളിൽ ഖുർആൻ പാരായണ മത്സരം അല്ലെങ്കിൽ അറബിക് കലോത്സവം മാത്രമല്ല, സംസ്കൃത കലോത്സവമുണ്ട്. അത് റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടിയാണ് സിദ്ധരൂപോച്ചാരണം, അതുപോലെ തന്നെ അക്ഷരശ്ലോകം. ഇവ രണ്ടിനും നമ്മുടെ വേദങ്ങളുടെ ഭാഷയായ സംസ്കൃതം, അത് റിലേറ്റബിൾ ആയിട്ടുള്ള കോഴ്സുകൾ, മഹത്വചനങ്ങൾ, ശ്ലോകങ്ങളാണ് ഉദ്ധരിക്കാറുള്ളത്. എന്തുകൊണ്ട് ഖുർആൻ പാരായണ മത്സരം? ഇതാണല്ലോ വിഷയം. നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് ഭാഷയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, മലയാളം, അറബി, ഉറുദു ഒക്കെ നമ്മുടെ നാട്ടിൽ പഠിപ്പിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഭാഷയുമായി റിലേറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും ആധികാരിക റെഫറൻസ് ആണ് മത്സര ഇനത്തിൽ വരുന്നത്. അപ്പൊ അറബി കലോത്സവത്തിൽ അറബി ഭാഷയുമായി ഏറ്റവും ആധികാരിക റെഫറൻസ് ചെയ്താണ് ഖുർആനാണ്. ആ ഖുർആൻ പാരായണ മത്സരം, ആ മത്സരത്തിൽ എന്താ നോക്കുക, ആ മത്സരാർത്ഥികൾ അവിടെ ഖുർആന്റെ ആശയതലങ്ങൾ
അതല്ല അവിടെ ഉദ്ധരിക്കുന്നത്. ഖുർആൻ എന്താണ് ദൈവശാസ്ത്രം പറയുന്നത്, അല്ലെങ്കിൽ ഖുർആൻ എന്താണ് ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വമായി പറയുന്നത്, എന്താണ് ബഹുദൈവ വിശ്വാസത്തിന്റെ കുഴപ്പം, ഇതൊന്നുമല്ല. മറിച്ച് ഖുർആൻ എന്ന അറബി ഭാഷയിലെ ആ വേഡ്സുകൾ, ആ കോഴ്സുകൾ, ആ വചനങ്ങൾ ഏറ്റവും സ്വരമാധുര്യത്തോടുകൂടി, ഉച്ചാരണ ശുദ്ധിയോടുകൂടി പാരായണ നിയമപ്രകാരം ഒരു ഹിന്ദു കുട്ടി പാരായണം ചെയ്താലും, മുസ്ലിം കുട്ടി പാരായണം ചെയ്താലും, ഒരു ക്രൈസ്തവ കുട്ടി പാരായണം ചെയ്താലും, മതമുള്ളവനും ഇല്ലാത്തവൻ പാരായണം ചെയ്താലും അവർക്കൊക്കെ മത്സരം ആ ചൊല്ലുന്നതിന് ഏറ്റവും നന്നായി ആരാണോ പാരായണം ചെയ്യുന്നത്, ആ ഭാഷ നന്നായി ആരാണോ കൈകാര്യം ചെയ്യുന്നത്, അവർക്ക് സമ്മാനം കൊടുക്കും. ഇത്രയേ ഉള്ളൂ. ഇത് തിരിച്ചു അങ്ങനെ തന്നെ സംസ്കൃത കലോത്സവത്തിനും ഏറ്റവും നന്നായി ആ ഭാഷ, അതിന്റെ ഉച്ചാരണ ശുദ്ധി അനുസരിച്ച് ആര് പാരായണം ചെയ്യുന്നുവോ അവർക്ക് സമ്മാനം കൊടുക്കും. ഈ ഖുർആൻ വന്നത് അറബ് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും ആധികാരിക ഗ്രന്ഥം ഖുർആൻ ആയതുകൊണ്ടാണ്. പക്ഷെ വേദം, സംസ്കൃത ഭാഷയിലുള്ള വേദഗ്രന്ഥങ്ങൾ ഒന്നല്ല, അനേകമുണ്ട്. അപ്പൊ അതിൽ ഏതും ഉദ്ധരിക്കാം. സംഭവിച്ചത് വളരെ സിമ്പിളാണ്. അപ്പൊ ബൈബിളോ ഒരു ചോദ്യമാണ്. ബൈബിൾ നമ്മുടെ നാട്ടിൽ മലയാളത്തിൽ ഇംഗ്ലീഷിലല്ലേ, രണ്ട് ഭാഷ നമ്മൾ നിലവിൽ പഠിപ്പിക്കുന്നുണ്ട്. ഹിബ്രു ഭാഷ, ഇനി ആ ഹിബ്രു ഭാഷ പഠിപ്പിക്കണം, ബൈബിളിന്റെ ആധികാരിക ഭാഷയായ ഹിബ്രു പഠിപ്പിക്കണമെന്ന് ആവശ്യം ഇവിടുത്തെ ക്രൈസ്തവർക്കുണ്ടെങ്കിൽ ഗവൺമെന്റിനോട് പറഞ്ഞാൽ ഗവൺമെന്റ് പഠിപ്പിക്കും. നമുക്കതിനൊന്നും തർക്കമില്ലല്ലോ, നമുക്കതിനൊന്നും വിരോധമില്ലല്ലോ. എല്ലാം നല്ലതും പഠിക്കട്ടെ എന്ന്. ഇപ്പം ഈ വിഷയം ഇവിടുത്തെ ഉന്നയിച്ച നമ്മുടെ പ്രിയപ്പെട്ട കാളിച്ചേട്ടൻ സംസ്കൃതം അറിയൂ? ഞാൻ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സാധുവായി എന്റെ അത്ര പോലെ അറിയത്തില്ലെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. എനിക്ക് അടുത്ത ഒരു വീടിന് ഒരു ശ്ലോകമൊക്കെ ചൊല്ലി അർത്ഥം പറയും, കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാരിൽ ധാരാളം ആളുകൾ സംസ്കൃതം പഠിക്കുന്നവരുണ്ട്. സംശയമുണ്ടോ? ഈ വീഡിയോ കണ്ടാലും. ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. नमस्ते. इदानीं वयम् आरम्भं कुर्मः. प्रथमम् एकं सुभाषितं पठामः. भवान् एकं श्लोकं पठति वा? पठति. उद्यमेनैव सिद्ध्यन्ति कार्याणि न मनोरथैः न हि सुप्तस्य सिंहस्य प्रविशन्ति मुखे मृगाः. തെറ്റിദ്ധാരണ മാറിയില്ലേ? പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന സഹോദരങ്ങൾക്കും സംസ്കൃത ഭാഷ അറിയില്ല? എന്തുകൊണ്ട് മഹാഭാരത ശ്ലോകങ്ങളോ അല്ലെങ്കിൽ രാമായണ കീർത്തനങ്ങളോ ഇതൊന്നും അറിയാൻ വയ്യാത്തത്? അതിനിവിടുത്തെ മറ്റു മതവിഭാഗങ്ങളോ ഒന്നും ഉത്തരവാദികളല്ല. ഭാരതന്റെ കയ്യിൽ കാണിക്കും. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സഹോദരങ്ങൾ എത്ര പേരുടെ കയ്യിൽ ഈ മഹാഭാരതം ഉണ്ടാവും, രാമായണം ഉണ്ടാവും, ഗീതയുണ്ടാകും, ഭാഗവതം ഉണ്ടാവും? നിങ്ങളുടെയൊക്കെ വീട്ടിൽ അപൂർവമായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്ന അപൂർവമാണ്. കാരണം ഇതൊന്നും എടുത്ത് പാരായണം ചെയ്യാൻ ഇവിടുത്തെ ഈ ഒരു വിഭാഗം മനുഷ്യർക്ക് കഴിയില്ലായിരുന്നു. ബ്രാഹ്മണസ്യ മുഖമാസ്തി ബാഹു എന്ന ശ്ലോകം ചൊല്ലി അർത്ഥം പറയാത്തത് ആർക്കെങ്കിലും ഒക്കെ വേദന ഉണ്ടാവും വിചാരിച്ചിട്ടാണ്. ആ 4 വർണ്ണത്തിൽപ്പെടാത്ത മനുഷ്യർ അവർ ഈ സാധനം ഇത് കേട്ടാൽ, ഇത് എടുത്താലെന്നല്ല, ഇത് കേട്ടാൽ അവരുടെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കുമെന്ന് പറഞ്ഞ ധാരാളം നവോത്ഥാന പ്രഭാഷകർ കേട്ടിട്ടുണ്ട്. അതിന്റെ മറ്റു തലങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് വേദന ഉണ്ടാവും വിചാരിച്ചിട്ടാണ്. ഒരു മതത്തെ നമ്മൾ വേദനിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നില്ല. ആരെ പഠിപ്പിച്ചാൽ ഞങ്ങൾ ഈ വിദ്യാലയങ്ങളിൽ പഠിക്കില്ല എന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ചപ്പോൾ അയ്യങ്കാളി പറഞ്ഞെന്താണ്? ഞങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ പാഠം ഞങ്ങൾ കൊയ്യില്ല. 2 വർഷത്തോളം കേരളത്തിന്റെ കൃഷിഭൂമികൾ തരിച്ചു കിടന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അതിനർത്ഥം ഏകയക്ഷ സനാതനല്ലേ? കളവ് പറയാൻ പാടില്ല, ഇഷ്ടപ്പെട്ട കളവ് തീരെ തന്നെ പറയാൻ പാടില്ല, സത്യം പറയണമെന്ന് പഠിപ്പിക്കുന്നില്ല സനാതന ധർമ്മം. അതാണ് സനാതന ധർമ്മത്തിന്റെ അടിസ്ഥാന മൂല്യം. ജനന്റീവി ഒന്നും ലോകത്ത് ഉണ്ടാകുന്നില്ല. കളവ് പറയാനും കുപ്രചരണങ്ങൾക്കും വേണ്ടി മാത്രം ഒരു മീഡിയ പ്രവർത്തിക്കുന്നു. പക്ഷേ സാധുക്കളായ ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പഠിക്കാൻ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? നിരന്തരമായി അവരുടെ മനോമുകുരങ്ങളിൽ വിദ്വേഷവും വിഷവും അപരമത വിദ്വേഷവും ഇങ്ങനെ പടർത്തി ഇങ്ങനെ കൊടുക്കുന്നതല്ലാതെ ആ ചാനൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് അവനവന്റെ ആശയങ്ങൾ പഠിപ്പിക്കും. അപ്പൊ സ്നേഹവും സൗഹൃദവും സൗഹൃദത്വവും ഒക്കെ തന്നെ വന്നോളും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ബിഗ് സല്യൂട്ട്. കാരണം ഈ സംഘി പൊട്ടന്മാരോടൊന്നും നമ്മളത് ഇതൊന്നും പറഞ്ഞ് ഇവന്റെ തലയിൽ കയറത്തില്ല. കാരണം ഇവരൊക്കെ ഈ ചാണകം മാത്രം തിരികെ തലയിൽ കയറ്റി വെക്കുകയും ഗോമൂത്രവും കുടിച്ചിട്ട് നടക്കുന്ന വിഭാഗമല്ലേ. ഈ സമയം കൊണ്ട് നമ്മൾ ഈ തെരുവിൽ ഇറങ്ങിയിട്ട് ഇപ്പൊ നായ്ക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ നായ്ക്കൊക്കെ ഒരു പക്ഷെ മനസ്സിലാവുകയും ചെയ്യും, അവർക്കൊക്കെ നന്ദിയും ഉണ്ടാവും. ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി പഠിച്ചിട്ട് ഇമ്മാരി വന്നിട്ട് കുണവതാരം അടിക്കുമ്പോഴത്തേക്ക് ആ സാമാന്യം മര്യാദയ്ക്ക് ഉസ്താദ് പറഞ്ഞ ആ ഒരു ചെറിയ കാര്യമില്ലേ, ഒരു ശ്ലോകം അക്ഷരം തെറ്റാതെ അതിന്റെ അർത്ഥസഹിതം നീ അടുത്തൊരു വീഡിയോയിൽ ഒന്ന് ചെയ്ത് കാണിച്ചു. നീ ഹിന്ദുവിന്റെ പ്രതിനിധിയാണെന്ന് പറഞ്ഞാണോ നടക്കുന്നത്? നീ ഒന്നും ഇവിടുത്തെ ഹിന്ദുക്കളുടെ പ്രതിനിധിയൊന്നുമല്ല, നീയൊക്കെ ഇവിടുത്തെ വർഗീയവാദികളുടെ പ്രതിനിധിയാണ്. കാരണം ഒരു ഹിന്ദുവിന്, ഒരു യഥാർത്ഥ സത്യസന്ധമായിട്ടുള്ള ഒരു മതവിശ്വാസിയായിട്ടുള്ള ഒരു ഹിന്ദുവിന് ഒരിക്കലും RSSO BJPയുടെ ആശയത്തെ ഉൾക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. സനാതന മൂല്യം എന്ന് പറഞ്ഞ് കുരച്ച് കിടക്കുന്ന നിനക്കൊക്കെ എന്ത് സനാതന മൂല്യമാടാ ഉള്ളത്? നിനക്കൊന്നും ഒരു പുല്ലും ഇല്ല എന്നുള്ള ഒരു ചാലെന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട ഒരു മുണഞ്ഞ സെപ്റ്റിക് ടാങ്കും വെച്ചുകൊണ്ട് ഇതുപോലെ ചില നാറികൾ വന്നിരുന്നുണ്ട് ഈ സമൂഹത്തിൽ വിഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഇതുപോലുള്ള ആൾക്കാർ നിനക്കൊക്കെ ആസ്ഥാനത്തായിരിക്കും മറുപടി തരുന്നത്. എന്താണെങ്കിലും അതിനകത്ത് ഒരുപാട് മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന കുട്ടികളില്ലേ, അവർ ചെല്ലിയത് നീ കേട്ട് കാണുമല്ലോ അല്ലേ?
നിന്റെ ചെവിക്കകത്ത് ഒന്നും അടഞ്ഞിട്ടില്ലല്ലോ. ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കി നീയൊക്കെ. മനസ്സിലാകത്തില്ല നമുക്കറിയാം, എങ്കിലും ഇതൊരു മാസ് വീഡിയോ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ അൻസാരി ഉസ്താദിനെ കൊടുക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.